നമ്മളുടെ ആഗ്രഹമല്ലല്ലോ പ്രകൃതി തീരുമാനിക്കുന്നത്. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന സൂചന. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ചക്രവാത ചുഴി അത് ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചിരിക്കുന്നു. തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിരിക്കുന്നത്. ടി എസ് ഹരികൃഷ്ണ വിവരങ്ങൾ നൽകും സംസ്ഥാനത്തെ ആകെ. ഹരി, വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളിലൂടെയാണ് നമ്മളെല്ലാവരും കടന്നു പോകുന്നത്. അപ്പോഴാണ് ഈ മഴ ഒരു വലിയ തടസ്സമായി വരുന്നത്. ഇപ്പോൾ നേരത്തെ കണ്ണൂരത്തെ കാഴ്ചകളൊക്കെ ഫെലിക്സ് പറഞ്ഞു. എങ്ങനെയാണ് സംസ്ഥാനത്തുടനീളം മഴ മുന്നറിയിപ്പുകൾ? അടുത്ത 2 ദിവസങ്ങൾ വളരെ ക്രൂഷ്യലാണല്ലോ, വിപണിയിലും നമ്മുടെ ആഘോഷങ്ങൾക്കുമൊക്കെ. എങ്ങനെയാണ് അലർട്ടുകൾ? സംസ്ഥാനത്ത് ഈ ഓണനാളുകളിൽ മഴയുണ്ടാകുമെന്ന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് മാതൃഭൂമി ന്യൂസിനൂടെ നമ്മൾ ആ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ആ വാർത്ത കൃത്യമായി തന്നെ നൽകിയിരുന്നു. അത് എന്തിനെന്ന് അന്ന് തന്നെ IMD ഡയറക്ടർ പറഞ്ഞത്, ഓണനാളുകളാണ്, സ്വാഭാവികമായിട്ടും ഈ ഉത്രാടത്തിൻ്റെ അന്നൊക്കെ നല്ല മഴ പെയ്യുകയാണെങ്കിൽ അത് വിപണിയെ കാര്യമായി ബാധിക്കും, കച്ചവടക്കാരെ ബാധിക്കും, സാധനങ്ങൾ വാങ്ങാൻ പോകുന്ന ആൾക്കാരെ ബാധിക്കും. അപ്പോൾ അവർക്കൊരു പ്രിപ്പറേഷന് വേണ്ടിയിട്ടും അവർക്ക് നേരത്തെ തന്നെ ഈ സാധനങ്ങളൊക്കെ വാങ്ങി സൂക്ഷിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് അങ്ങനെ ഒരു മുന്നറിയിപ്പ് നേരത്തെ തന്നെ നൽകിയത്. അപ്പോൾ തന്നെ പറഞ്ഞിരുന്നു വടക്കോട്ടാണ് കൂടുതൽ മഴയ്ക്കുള്ള സാധ്യത. ഈ ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം രൂപപ്പെട്ടതിന് ശേഷം അത് വടക്ക് ഭാഗത്തേക്ക് നീങ്ങുകയാണ്, ഒറീസ തീരത്തേക്കാണ് നീങ്ങുന്നത്. പക്ഷേ എങ്കിൽ കൂടിയും വടക്ക് ഭാഗത്ത് നല്ല മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഫെലിക്സ് പറഞ്ഞ പോലെ ഈ കൊട്ടിയൂർ ആറള മേഖല എന്ന് പറയുമ്പോൾ, കൊട്ടിയൂര് ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയും ഇതുവരെയും പെയ്ത മഴ എന്ന് പറയുന്നത് 213 മില്ലിമീറ്റർ മഴയാണ്. ജില്ലയിൽ യെല്ലോ അലർട്ട് ആണെങ്കിൽ കൂടിയും റെഡ് അലർട്ടിന് സമാനമായ രീതിയിൽ മഴ പെയ്തിട്ടുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. ഇനി ആറളത്തേക്ക് വരികയാണെങ്കിൽ 132 മില്ലിമീറ്റർ മഴ ആറളത്ത് പെയ്തിട്ടുണ്ട്. ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയും ഇതുവരെയുള്ള സമയത്ത് 132 മില്ലിമീറ്റർ മഴയാണ് ആറളത്ത് പെയ്തത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ യെല്ലോ അലർട്ട് അല്ല, അതിനു മുകളിൽ, അലർട്ടിനേക്കാൾ മുകളിൽ മഴ ആറളത്തും കൊട്ടിയൂരും ലഭിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിലും വടക്ക് ഭാഗത്ത് കൃത്യമായ ജാഗ്രത വേണം. മലയോര മേഖലയിൽ തന്നെയായിരിക്കും കൂടുതൽ മഴയ്ക്കുള്ള സാധ്യത. ശരി. ടി എസ് ഹരീഷിനാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് മഴ ശക്തമാകും എന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. അതുകൊണ്ട് ജാഗ്രതയോടെ നിൽക്കുക. പക്ഷേ മഴയെ മറികടന്നും ആഘോഷങ്ങളുമായിട്ട് എല്ലാവരും മുന്നോട്ട് പോകൂ.